ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി മാസഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പുതുഫലം അറിയുന്നതിന് മുമ്പ് ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ മകരക്കൂറ് മകരലഗ്നം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അധിപനെന്ന് പറയുന്നത് ശനിയാണ്. അപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 3 സഞ്ചരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ആ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ സൂര്യൻ ഫെബ്രുവരി 13 ജന്മരാശിയിൽ നിന്നും 2 മാറുന്നു. ചൊവ്വയാണെങ്കിൽ ഫെബ്രുവരി 22 വരെ ജന്മരാശിയിലാണ്. അതിനുശേഷം ആ ചൊവ്വ 2 മാറുന്നു. ബുധൻ ഫെബ്രുവരി 3 2 മാറുന്നു. ഗുരു 6 വക്രത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രനാണെങ്കിൽ ഫെബ്രുവരി 6 ജന്മരാശിയിൽ നിന്നും 2 മാറുന്നു. രാഹു 2 സ്ഥിതിയുണ്ട്. കേതു അഷ്ടമത്തിലും സ്ഥിതി തുടരുന്ന സമയമാണ്. അതായത് ഫെബ്രുവരി മാസത്തിൽ നമ്മൾ നോക്കുമ്പോൾ 4 ഗ്രഹങ്ങൾ, ബുധൻ, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങൾ 2 മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്നരാശിയാധിപൻ ശനി 3 സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. അത് പൊതുവെ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കും എന്ന് തന്നെ പറയാം. മാത്രമല്ല ഈ 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ, സുഖസ്ഥാനാധിപനാണ് ആ ചൊവ്വ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാണ്. അതും ആരോഗ്യപരമായിട്ട് നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. എങ്കിലും ചിലർക്ക് ഇപ്പോൾ ആദ്യത്തെ പകുതിയൊക്കെ ഇപ്പോൾ സൂര്യനും അതുപോലെ ചൊവ്വയൊക്കെ ജന്മരാശിയിലൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ചിലർക്ക് ഹെഡ് ഏക്ക്, അതുപോലെ ഈ മൈഗ്രെയിൻ പോലെയുള്ള ചെറിയ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. 6 ഗുരു വക്രത്തിലാണ്. ഗുരുവാണെങ്കിൽ 12-ാം ഭാവാധിപനും കൂടിയാണ്. ആ 12-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6 നിൽക്കുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. അതുപോലെ അഷ്ടമത്തിൽ കേതുവുണ്ട്. അപ്പം ചിലർക്ക് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ്, ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ്സ്, പൈൽസ്, ഇതുപോലെയുള്ള ചില പ്രോബ്ലം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതേസമയം 2 രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട്. ക്രമേണ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും 2 വരുന്നുണ്ട്. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും 2 വരുന്നുണ്ട്. അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും 2 വരുന്നുണ്ട്. 4-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയും 2 വരുന്നുണ്ട് അവസാനത്തെ പകുതി. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ചിലർക്ക് ഈ കാഴ്ച സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം, ഗന്ധ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ. ഇപ്പോൾ രാഹുവൊക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് രാഹുവും ബുധനുമായിട്ടുള്ളൊരു കണക്ഷനൊക്കെ അവിടെ വരുന്നു. സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്. ചിലർക്ക് ഈ മൗത്ത് സോഴ്സിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ഇനി തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ ഈ 10-ാം ഭാവാധിപൻ എന്ന് പറയുന്ന ശുക്രനാണ്. ആ ശുക്രൻ യോഗകാരകനാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. യോഗകാരകനായിട്ടുള്ള ശുക്രൻ ആദ്യത്തെ വാരം ജന്മരാശിയിലുണ്ട്. അതിനുശേഷം 2 രാശി മാറുന്നുണ്ട്. 8-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, 4-ഉം 11-ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഒക്കെ ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ആദ്യ പകുതി അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 10-ലുള്ള സമയവും കൂടെയാണ്. അപ്പോൾ തൊഴിലിൽ നമുക്ക് ഒരു സഡനായിട്ടുള്ള മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. തൊഴിലിടത്തൊക്കെ ചിലപ്പോൾ ആ മാറ്റം കൊണ്ട് ഉത്തരവാദിത്വമൊക്കെ കൂടാം. അതുപോലെ തൊഴിലിടത്തൊക്കെ നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അല്പം ശ്രദ്ധയൊക്കെ വേണം.
കാരണം എട്ടാം ഭാവാധിപനാണ് സൂര്യൻ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ തൊഴിലിടത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാക്കി കളയാം. തൊഴിൽ ചിലപ്പോൾ തടസ്സങ്ങൾ ഒക്കെ ചിലപ്പോൾ ചിലർക്ക് ഉണ്ടായെന്ന് വരാം. അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകണം. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യവാരം ഗുണാനുഭവം ഉണ്ടാകും. 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ഭാവത്തിൻ്റെ 5ലാണ് ആദ്യവാരം വരുന്നത്. അപ്പോൾ അത് കർമ്മനേട്ടങ്ങൾക്ക് സഹായകമാകും. പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. 6ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 2ൽ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ഗുരു 10ൽ വക്രത്തിൽ ദൃഷ്ടി ചെയ്യുകയാണ്. വക്രദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ മേലുദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ സീനിയർ ഒഫീഷ്യൽസിൻ്റെയൊക്കെ ഒരു സഹായം കൊണ്ട് തൊഴിലിലൊക്കെ ചിലപ്പോൾ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടിയാണ് നമ്മുടെ മനസ്സിലാക്കുക. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗുരുവിൻ്റെ ആ 12ലെ ദൃഷ്ടി, 6ൽ നിന്നാണ് ആ ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ 12ൽ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ആ ബുധൻ 3 മുതൽ ധനസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. മാസാരംഭം ആ ബുധനും ശുക്രനും സൂര്യനും കുജനും ഒക്കെ 7ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ബിസിനസ്സിൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും. എങ്കിലും ആദ്യ പകുതി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ അല്പം ശ്രദ്ധ കൊടുക്കണം. കാരണം പാർട്ട്നേഴ്സ് തമ്മിൽ 7ലൊക്കെ സൂര്യൻ്റെയും ചൊവ്വയുടെയും ഒക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ബിസിനസ്സിൽ ഉണ്ടായെന്ന് വരാം. അവിടെ നമ്മൾ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകണം. അവസാനത്തെ പകുതി ബിസിനസ്സിൽ പ്രോഫിറ്റൊക്കെ കൂടുന്നതിന് സാധ്യത കാണുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധൻ ജന്മരാശിയിൽ ആദ്യത്തെ 2 ദിവസം, അത് കഴിഞ്ഞത് 2ലേക്ക് മാറുന്നു. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ജന്മരാശിയിൽ 5-ാം തീയതി വരെ ഉണ്ട്. അതിനുശേഷം അത് 2ലേക്ക് മാറുന്നു. ഇപ്പോൾ 2ലൊക്കെ രാഹു ഉള്ള സമയമാണ്. ഗുരുദൃഷ്ടിയൊക്കെ 2ലുണ്ട്. അപ്പോൾ പൊതുവെ പഠിതാക്കൾക്കൊക്കെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അഷ്ടമഭാവാധിപനായിട്ടുള്ള സൂര്യൻ 2ൽ വരുന്നുണ്ട്. കുജനും ശുക്രനുമായിട്ടുള്ള യോഗം, അതുപോലെ രാഹുവും ശുക്രനുമായിട്ടുള്ള യോഗമൊക്കെ 2ൽ ഉള്ള സമയമായതുകൊണ്ട് ഇപ്പം ചിലർക്ക് പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ പഠനത്തിൽ നമ്മൾ അല്പം ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയമാണ് അവസാനത്തെ പകുതി. അപ്പം നമുക്ക് അങ്ങനെ പഠനത്തിൽ ഫോക്കസ് കൂട്ടിയാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജയം അല്ലെങ്കിൽ സ്കോറ് നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഉന്നത പഠനം ഒക്കെ നടത്തുന്നവർക്ക്, അതുപോലെ ഗവേഷണം ഇവയിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പൊതുവെ വളരെ ഗുണാനുഭവം ഉണ്ടാകും. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടാവുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി ധനസ്ഥിതി നോക്കുമ്പോൾ ധനപരമായിട്ട് പൊതുവെ ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. 2ാം ഭാവാധിപനായിട്ടുള്ള ശനി 3ൽ നിൽക്കുകയാണ്. അതുപോലെ ബുധൻ ഭാഗ്യഭാവാധിപനാണ്. ആ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ 2ൽ നിൽക്കുന്നു, 2ലുണ്ട്. അപ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ 22 വരെ ഉണ്ട്. ക്രമേണ ധനസ്ഥാനത്തേക്ക് അത് മാറുന്നു. അപ്പോൾ പൊതുവെ 2ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ള സമയമാണ്. 2ൽ ശുക്രൻ്റെ സാന്നിധ്യമൊക്കെ വരുന്നുണ്ട് 6 മുതൽ. അപ്പോൾ പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. അതായത് ഒന്നിലധികം സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറയാം. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്നും ധനനേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം 2ലെ രാഹു, 2ലെ സൂര്യൻ, ഇതൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവ് നമുക്ക് ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മണി ട്രാൻസാക്ഷനിൽ ഒരു കെയർ വേണം. അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിനും ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ 7ൽ പൊതുവേ ഗ്രഹങ്ങളൊന്നുമില്ല. എങ്കിലും ആദ്യത്തെ വാരം ശുക്രൻ്റെ ദൃഷ്ടി 7ലുണ്ട്.
അതുപോലെ രവി കുജനൊക്കെ 7-ൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ പകുതി. അപ്പം വിവാഹ ആലോചനകൾ വന്നാൽ തന്നെയും അത് സ്മൂത്ത് ആകണമെന്നില്ല. ചിലർക്ക് പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ അപ്പം ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെൻറ്റുകൾ, അതുപോലെ ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ വൈവാഹിക ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്ന് മനസ്സിലാക്കി ആ ഒരു തിരിച്ചറിവ് ഈ സമയത്ത് ഈ കൂറുകാർക്ക് വേണം. പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് ഒരു സെപ്പറേഷൻ ടെൻഡൻസി ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ ഒരു കെയർ വേണം. ഇപ്പോൾ രാഹു, സൂര്യൻ, കുജനൊക്കെ 2 നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. അതീവ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. അത് സംസാരം കൊണ്ട് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്കൊരു കെയർ വേണം. അപ്പോൾ ഈ രാഹു, അതുപോലെ ചൊവ്വ, സൂര്യൻ ഇവയൊക്കെ ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ അതും 2-ലാണ് നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. അത് ചൊവ്വ എന്ന് പറയുന്നത് 4ഉം 11ഉം ഭാവാധിപനാണ്. ജന്മരാശിയിലൊക്കെ ഉച്ചസ്ഥിതനായതുകൊണ്ട് നമ്മൾ ഈ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ വസ്തു വാങ്ങാനായാലും വീട് പുതുക്കാനായാലും മറ്റ് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് ഉണ്ടാകും. അത്തരം കാര്യങ്ങളിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതേസമയം നമ്മൾ ഈ ബന്ധുക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോയാൽ മാത്രമേ നമുക്ക് കുടുംബജീവിതം സമാധാനപരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഫെബ്രുവരി 3, 4, 13, 14, 26, 27 ഈ തീയതികൾ പ്രത്യേകിച്ച് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കഴിവതും അത് ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞത് ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഒരു ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. ഇതൊരു പൊതുഫലമായിട്ട് വേണം എടുക്കാൻ. അത് ഈ പൊതുഫലത്തെ ഇപ്പോൾ നടക്കുന്ന ദശയും ഈ കൂറുകാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ, ഈ ലഗ്നക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രമൊക്കെ സ്വാധീനിക്കും. അപ്പോൾ ജാതകത്തിൽ ഇഷ്ടഭാവാധിപത്യം വെച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയും അപകാരവും ഛിദ്രവുമാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ അത് ഈ പൊതുഫലത്തിൽ ഗുണാനുഭവം കൂട്ടും. മറിച്ച് അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരവും ഛിദ്രവുമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ അത് ഗുണാനുഭവം കുറയ്ക്കാനും സാധ്യതയുണ്ട്. ഇത് നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഫലമാണ് ഞാൻ പറഞ്ഞത്. മകരക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ മകരലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് മറ്റ് ലഗ്നരാശികൾ വരും. ഇപ്പം മറ്റ് ലഗ്നരാശികൾ വന്നിട്ടുള്ള മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ലഗ്നരാശി കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ മകരലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള മകരക്കൂറുകാർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ലഗ്നഫലം ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. കാരണം കൂറിൻ്റെ ഫലത്തേക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനുണ്ട്. അതുകൊണ്ട് ഈ കൂറുകാർ അവരുടെ ജാതകത്തിൽ ലഗ്നം എവിടെയാണെന്ന് നോക്കുക. ആ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും നമ്മൾ ഏത് കൂറെടുക്കുമ്പോഴും ആ കൂറിനെ ഒരു ലഗ്നരാശിയായിട്ടും കൂടെ കണ്ടാണ് ഫലം പറയുന്നത്. അപ്പോൾ ആ ലഗ്നഫലവും കൂടെ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.